കുളിർക്കെ കണ്ടോളൂ. പരസ്യം കൊടുത്തത് സുപ്രഭാതത്തിലും സിറാജിലുമാണെന്നുണ്ടെങ്കിൽ ഇനി അത് വരാൻ നാട്ടിൽ ഇനി വേറെ സ്ഥലമൊന്നുമില്ല. LDF-നാണെങ്കിൽ ചുരുങ്ങിയ പൈസയ്ക്ക് കാര്യം നടക്കുകയും ചെയ്തു. പോവാൻ വരട്ടെ, ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ എല്ലാ പത്രത്തിലും കൊടുത്ത് BBC-യിലും കൊടുത്ത പോലെ അത്രമാത്രം പ്രചാരം കിട്ടിയിരിക്കുകയാണ്. ലാഭം വലിയ രീതിയിൽ CPM-ന്റെ പരസ്യമാണല്ലോ. അപ്പോൾ LDF-ന്റെ ആ ഒരു നീക്കം വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനിടയിലാണ് VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പുതിയ പേരൊക്കെ ഇട്ടു. പാഷാണം വർക്കി എന്നൊരു പേരൊക്കെ ഇട്ടാണ് പിണറായി വിജയൻ ഒരു പുതിയ പേരൊക്കെ ഇട്ടു. പാഷാണം വർക്കി കുറിച്ച് പറഞ്ഞത്. പാഷാണം വർക്കിയെ പോലെ ആകരുത് പിണറായി വിജയൻ എന്നാണ് VD സതീശൻ പറഞ്ഞത്. അപ്പോൾ സന്ദീപ് വാര്യർ 2022 ജൂലൈ 9-ാം തീയതി VD സതീശൻ ഒരു മറുപടി ഇട്ടിട്ടുണ്ട്. അത് ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അത് റിമൂവ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കാം, അതോ ഇപ്പോൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പല പോസ്റ്റുകളും റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഘട്ടം ഘട്ടമായി. സന്ദീപ് വാര്യർ പറഞ്ഞത് VD സതീശൻ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന സതീശനാകരുതെന്നാണ്. കണ്ടില്ലേ, പപ്പ ഭയങ്കര തമാശക്കാരനാ. കാഫിർ വിവാദത്തിൽ ഏപ്രിൽ 28-ാം തീയതിയൊക്കെ സന്ദീപ് ഇട്ട പോസ്റ്റ് എന്താണ് എന്നൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നതും നന്നായിരിക്കും. ഉള്ളിലുള്ള എന്താണ് ആ ചിന്താഗതി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാർ ഇത് പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത്, മലയാളികൾക്ക് ഈ ഒരു കാര്യത്തിലുള്ള യോജിപ്പേ. അത് പറയുന്ന സമയത്ത് ഒന്നാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിരി സന്ദീപ് വാര്യർ വർഗീയവാദിയാണ് എന്ന് സ്മൃതിക്ക് അഭിപ്രായമുണ്ടല്ലോ. അത് നന്നായി ഇപ്പൊ തോന്നുന്നില്ലേ സാറിന്? ഉണ്ടല്ലോ, ആ വർഗീയവാദിയെ കോൺഗ്രസിൽ കൂട്ടി എന്നുള്ള അഭിപ്രായം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ കണ്ട കാര്യല്ലേ. പിന്നെ അത് പറഞ്ഞാൽ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തിട്ട് തരും, അല്ലെങ്കിൽ സുജയെ കുറ്റപ്പെടുത്തിട്ട് തരും. നമസ്കാരം. പുരുഷനിപ്പം യുദ്ധമൊന്നുമില്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം, അല്ല പ്രശ്നേട്ടാ? ആണ് ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് ആർക്കും തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒന്നൊന്നുമല്ല. അങ്ങനെ ആരും കരുതേണ്ട കാര്യവും നമ്മളാരും ചിരിച്ചിട്ടില്ല. ഇല്ലില്ല, ഉണ്ണി സാറിന്റെ ഒരു ഇരിപ്പ് നോക്കിയിട്ട് ചിരിച്ചു പോയതാണെന്ന് തോന്നുന്നു അല്ലേ? സാറേ അവിടെ അടങ്ങി ഒതുങ്ങിയായിരിക്കുന്നു. അതെ. ഈ ഒരു സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. സന്ദീപ് വാര്യർ പറയുന്നത് കൃത്രിമമായിട്ട് നിർമ്മിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ്. അപ്പോൾ ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല.